വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി കുക്കിംഗ് റെസിപ്പീസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഡേയിൽ ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്നുള്ളത് കണ്ടാലോ. അപ്പം ലഞ്ചിനായിട്ട് നമ്മൾ ചീരത്തോരനായിരുന്നു. അപ്പോൾ ചീരത്തോരനുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ചീരത്തോരനൊക്കെ സെറ്റാക്കി. ഇനി അടുത്തത് മീൻ പീരയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കുഞ്ഞി മീൻ, നെത്തോലി അല്ലെങ്കിൽ ചാളയിലൊക്കെയാണ് മീൻ പീര വെക്കാറ്. പക്ഷേ ഞാൻ ഇന്നിവിടെ എടുക്കുന്ന മീൻ നമ്മുടെ സ്രാവാണ്. അപ്പോൾ സ്രാവ് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കുള്ള നാളികേരം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേപ്പില, അതുപോലെ തന്നെ ഇത് കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നാളികേരം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറുള്ളി, കുറച്ച് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, നമ്മുടെ വേപ്പില, ഓക്കെ, പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക, ഉപ്പും കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക. ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, അതിപ്പോൾ ഗ്യാസ് ഓണാക്കാണ്ട് ഓഫ് ചെയ്തിടുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഈ ചൂടുവെള്ളത്തിലിട്ട് കുടംപുളി ഇട്ടിട്ട്, പിന്നെ നമ്മൾ പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ടാണ് ഇടുന്നത്. പിന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് നല്ല ഞെരിടുക, തിരുമ്പുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്യണം. അതിന് ശേഷം ഈ സമയത്ത് നമ്മൾ പാകത്തിലുള്ള ഉപ്പൊക്കെ നോക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്രാവ് ഇതിലേക്ക് ആഡ് ചെയ്യുക. സ്രാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതിനെല്ലാം തിരുമ്പി ഒന്ന് സെറ്റാക്കണം. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേണം ഇതിന് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ കിടന്ന് നല്ല കുക്കിംഗ് ബോയിലിംഗ് പോയിൻ്റൊക്കെ ആയിട്ടുണ്ടാവും, നന്നായി തിളച്ചിട്ടുണ്ടാവും. ഒരു 15-20 മിനിറ്റ്സ് മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ച വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. അതിന് ആ വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങും. ആ സമയം കൊണ്ട് പിന്നെ ഞാൻ അന്ന് പപ്പടം കാച്ചി. അങ്ങനെ പപ്പടം കാച്ചിയതും നമ്മുടെ ഈ സ്രാവിൻ്റെ മീൻ പീരയും സൂപ്പറായി സെറ്റായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനത്തെ പപ്പടമൊക്കെ കാച്ചി അന്നത്തെ ലഞ്ചിന് ചീരത്തോരനും മീൻ പീരയും പപ്പടം ഒക്കെ കൂടി നമ്മൾ ലഞ്ച് കഴിച്ചു. അങ്ങനെ നമുക്കത് നമ്മുടെ ഗ്രേവി നമ്മുടെ ഇഷ്ടം പോലെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാം. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കുക എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അപ്പോൾ ഇത് പാതു എൻജോയ് ചെയ്യാണ്. അവൾ അതിനെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട്. ഓക്കെ, ബൈ.